എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുപ്രഭാതം. ലക്ഷദ്വീപിൽ നിന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ ഈ സുപ്രഭാതത്തിൽ തുടങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ലക്ഷദ്വീപിലെ. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അവർ എല്ലാം റെഡിയാക്കിയിരുന്ന ഏരിയ. അപ്പോൾ അതാണ്ട് അവിടുത്തെ ആ ഊഞ്ഞാലിൽ ഞങ്ങൾ കുറച്ച് നേരം നേരത്തെ റെഡിയായി വന്നു. ഇപ്പം സമയം ഏകദേശം 6:30 മണി. 6:30 മണിക്ക് വന്നാലേ നമ്മുടെ സൂര്യോദയം ശരിക്കും ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തലേദിവസം അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ സൂര്യോദയമൊക്കെ കണ്ട് ഊഞ്ഞാലിലൊക്കെ ആടി ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ആ കഫേയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കഫേയിൽ ഇന്നത്തെ ദിവസം ഒത്തിരി യാത്രകളുണ്ട് കേട്ടോ. അതിൻ്റെ ഇതാണ് കടൽ ശരിക്കും പതിഞ്ഞു വരുന്നതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ 3-4 ഫോട്ടോസൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സെൽഫിയും അതെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഏകദേശം റെഡിയായി. നമുക്ക് വണ്ടി വന്നു. വണ്ടിയിൽ കയറി ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോയതുപോലെ തന്നെ ടോളി ചേച്ചിയും ഞങ്ങളും ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പിന് പോവുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കയാക്കിംഗ്, ഡോൾഫിൻ വാച്ചിങ്ങിന് വേണ്ടി നമ്മൾ സ്നോർക്കലിംഗ്, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടിക്ക് അവിടെ വന്നിറങ്ങി ഇവിടുന്ന് നമ്മൾ ബോട്ടിലേക്ക് കയറി പോലീസ് ചെക്കിങ് കഴിഞ്ഞിട്ട് പോലീസിൻ്റെ അവിടെ നമ്മൾ എൻട്രി ചെയ്യണം. നമ്മുടെ ആധാർ കാർഡൊക്കെ എൻട്രി ചെയ്യണം. നമ്മുടെ പെർമിറ്റൊക്കെ എൻട്രി ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ കയറി ബോട്ട് യാത്ര നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പിന്നെ നമ്മുടെ ലക്ഷ്യം ഡോൾഫിനെ കാണുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് സ്നോർക്കലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോരുത്തരും ഭാഗ്യം പോലെ. ചില ദിവസം 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഡോൾഫിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ശരിക്കും നല്ല രസം ഈ കടൽ കാണാനായിട്ട്. നല്ല നീല കളറിൽ, നമ്മൾ നീലക്കടൽ എന്നൊക്കെ പറയൂലേ, നീലക്കടലിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ വാട്ടറിൽ. പിന്നെ നമ്മൾ അന്നമ്മയുടെ കൂടെ പോയതുകൊണ്ട് പ്രത്യേകം ഞാൻ എടുത്ത് പറയാം, സേഫ്റ്റിയുടെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും അവരെ കഴിഞ്ഞ് വേറെ ആരുമില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ എനിക്ക് 5-6 ആൾക്കാർ, നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് വന്നിട്ട് എങ്ങനെ ഇരിക്കണം, എവിടെ പിടിക്കണം എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ പറയാം. കാരണം നമുക്ക് ഇതിങ്ങനെ ബോട്ട് ഒലയുമ്പോൾ നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നല്ല മേലെയാണ് കപ്പലിൻ്റെ ബോട്ട് ഓടിക്കുന്ന ആളിരിക്കുന്നത്. താഴെ നമുക്ക് കിച്ചണുണ്ട്, ഒരു ബെഡ്റൂമുണ്ട്. ചെറിയൊരു ബെഡ്റൂം. പിന്നെ നമ്മളെല്ലാം അങ്ങ് നയിച്ചു, അത്ര തന്നെ. നമ്മൾ ആ സൈഡിൽ അങ്ങനെ കിടന്ന് ഇരുന്ന് ഒക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പല പരിപാടികൾ അവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവർ ചൂണ്ടയിടുന്നുണ്ട്. ചൂണ്ടയിട്ടിട്ട് നമുക്ക് മീനെ പിടിച്ചു തരാൻ വേണ്ടി യാത്രയിൽ നമുക്ക് അന്ന് സ്രാവല്ലേ കിട്ടിയേ അന്ന്? നമുക്ക് ചൂര ടൂണ കിട്ടി നമുക്ക്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ മൊത്തം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കാലൊക്കെ അടിച്ച് ബേക്കിൽ ഇങ്ങനെ അതിൻ്റെ ബോട്ടിൻ്റെ ബേക്കിൽ വെള്ളത്തിലേക്ക് കാലൊക്കെ അടിച്ച് ഞങ്ങളെല്ലാം ഇരുന്ന് യാത്ര ചെയ്തു. ഡാൻസും പാട്ടും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വൈബായിരുന്നു. കാരണം ചേരുന്ന വേറെ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ഫാമിലിയും ഒരു സിംഗിൾ ടോളി ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫാമിലി 2ഉം നല്ല അടിപൊളിയായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അവർ പിന്നെ കോട്ടക്കലുകാർ, കണ്ണൂരുകാർ, അവർ ഫ്രണ്ട്സായിരുന്നു. ദുബായിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന 2 പേരാണ്. ചേച്ചിയാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അവരും നമ്മളും കൂടെ അടിച്ചു പൊളിച്ച് പോകുന്ന വഴിക്ക് മീനെ പിടിക്കുന്നു. അവരപ്പം തന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് നമുക്ക് തരുന്നു. നമ്മൾ ലൈവായിട്ട് പിടിക്കുന്നു. ഞങ്ങൾ ഏകദേശം 10-12 മീനോളം ഞങ്ങൾക്ക് അവർ ചൂണ്ടിയിട്ട് പിടിച്ചു തന്നു. അതിൽ ഏകദേശം 10 അവർ വറുത്തു. ലാസ്റ്റ് ഞങ്ങൾ മടുത്തു കേട്ടോ. ശരിക്കും അന്നേരം തന്നെ മീൻ കഴിച്ചു മടുത്തു. ലക്ഷദ്വീപിലെ മീൻ തീറ്റ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഡോൾഫിൻ എന്ന് പറഞ്ഞത് അന്ന് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അത് മൊത്തം ഡോൾഫിൻ കുഞ്ഞുങ്ങളാണ്. ഒത്തിരി വലുതല്ല കേട്ടോ, എന്നാലും ഏകദേശം ഒരു 10-80 കിലോ വരുന്നത് അല്ലേ, മീഡിയം സൈസ്. കണ്ടോ ചാടുന്ന കണ്ടോ. അതിൽ 1-2 നമ്മളെ കാണിക്കാൻ വേണ്ടി തന്നെ ഇവർ ചാടും. പൊന്നൂന്റെ കലാവിരുതാണ്. ഞങ്ങൾ പിടിച്ച മീൻ താണ്ട വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് തിരിച്ചു വന്നപ്പോൾ പിടിച്ച മീനാണ് ചൂണ്ട വലിച്ചു വരുന്നത്. കണ്ടോ, ആ മീനാണ് ഞങ്ങൾ പിടിച്ചത്. ഇതേപോലെ 10-12 നമ്മൾ പിടിച്ചു. ഉണ്ടോ, പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കുഞ്ഞു മക്കളുടെ അറിഞ്ഞുകൊണ്ടോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മളങ്ങോട്ട് വണ്ടിയുടെ 2 കഷ്ണം മീൻ തന്നപ്പോൾ നമ്മൾ ആള് മാറി. പിന്നെ നമ്മളങ്ങായി കപ്പിത്താൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് തന്നു. അതെ, ഇത് കട്ടർ ഇല്ലാത്തതുകൊണ്ട് കട്ടർ ചാടുമെന്ന് പേടിക്കണ്ട. അങ്ങനെ ബോട്ട് ഓടിക്കാനുള്ള ഒരു
അവസരം നമുക്ക് അവസരം കിട്ടി. പുള്ളി പറഞ്ഞു തരും എങ്ങനെ പിന്നെ പൊന്നുകുട്ടനാണെങ്കിലും ഡയറക്ഷനിൽ പോകണം എന്നുള്ളത് അവർ പറഞ്ഞു തരും. ഞങ്ങളിങ്ങനെ മാറി മാറി ബോട്ടൊക്കെ ഓടിച്ചു. അതും ഒരു എക്സ്പീരിയൻസ്. അതെ, അതൊരു എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതാണെങ്കിൽ അവർ ഓക്കെ പറയും കേട്ടോ. അല്ലാണ്ട് നോ പറഞ്ഞ് മാറ്റുന്നത്. അതായത് കപ്പിത്താനാണെങ്കിലും ഏകദേശം അവരുടെ അന്നമ്മയുടെ ടീമിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇത് മൊത്തം. അതുകൊണ്ട് പിന്നെ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, കാരണം ഞാൻ ഇനി ഒരാളെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും അന്നമ്മ തന്നെ നമുക്ക് എപ്പോഴും മുമ്പിൽ. അങ്ങനെ ഞങ്ങളുടെ സ്നോർക്കലിംഗ് എത്തി. ഈ കാണുന്നതാണ് സ്നോർക്കലിംഗ്. ചെറിയൊരു ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണടിയൊക്കെ വെച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാം. സാധാരണ ടീമുകൾ കൊണ്ടുപോകുമ്പോൾ സാധാരണ ടീമുകൾ 10 മിനിറ്റ് ഒക്കെ അവർ സ്നോർക്കലിംഗിന് തരുന്നത്, ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട്. ഞങ്ങൾ മറ്റു ടീമുകളെ അന്വേഷിച്ചപ്പോൾ ഒരു 10 മിനിറ്റാണ് സമയം നമുക്ക് ഇത്. പക്ഷേ ഇത് 10 മിനിറ്റ്, ഇത് 1 മണിക്കൂർ മിച്ചം ഞങ്ങൾ അവിടെ കിടന്നു. എല്ലാവരും കൊതി മാറി നീന്തലും പഠിച്ച് അതിന് ശേഷം അവിടുന്ന് കയറി പോരുന്നത്. ഇത് കണ്ടോ, പിള്ളേരൊക്കെ സ്നോർക്കലിംഗ് കഴിഞ്ഞ ശേഷം നീന്തലും മാത്രമല്ല ഞങ്ങളും ഉണ്ട് കേട്ടോ. കടലിൽ നീന്താൻ പഠിപ്പിച്ചു. അതുപോലെ എങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാന്നുള്ളത് അവര് നമ്മളെ അത് കാണിച്ചു തരും, അത് പഠിപ്പിച്ചു തരും. അങ്ങനെ ഞങ്ങളെല്ലാവരും അയ്യോ ഇതുപോലെ വെള്ളത്തിൽ കളിച്ച ഒരു ദിവസമില്ല. വെള്ളത്തിൽ നിന്ന് കേറിയിട്ടില്ല. നന്നായിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. മിന്നു നീന്തുന്ന നോക്കിയേ, നടുക്കടലിലെ നീന്തല്. ഇതുപോലെ എല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷെ 1 മണിക്കൂർ ഉള്ളിലാണ് ഈ കടൽ വരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് യാത്ര ചെയ്തിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ജീവിതത്തിൽ ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. എന്തായാലും പോയി കണ്ടോ. നിങ്ങൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. കാര്യം ലൈഫ് ജാക്കറ്റ് ഇട്ടെങ്കിലും നമുക്കത് സേഫായിട്ട് അതിൽ നീന്താനായിട്ട് സാധിക്കുന്നത് ഇതാണ്. ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേർക്കാണെങ്കിലും വെള്ളത്തിറങ്ങാൻ പേടിയായിരുന്നു. പക്ഷേ പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവരുടെ ട്രെയിനീസ് നമ്മളെ കൊണ്ടുപോയി അതെല്ലാം കാണിച്ച് സ്നോർക്കലിംഗ് കഴിഞ്ഞ് കയറിയിരുന്നവരെ എല്ലാം പുറത്ത് ചാടിക്കുമെന്ന് പറഞ്ഞ് അതെ എല്ലാവരും വീണ്ടും രണ്ടാമത് പിന്നെ ഇറങ്ങി ആവശ്യത്തിന്. ഇപ്പൊ കണ്ട ബോട്ടിൽ ആരും ഇല്ല. അതെ, ഞങ്ങളെല്ലാരും കുഞ്ഞിക്കുട്ടനെ പോലും ഞങ്ങള് വെള്ളത്തിലിറക്കി അവനെ നീന്തിച്ച്. അവന്റെ ഉപ്പായിക്ക് പിന്നെ നീന്തൽ അറിയായിരുന്നു. അങ്ങനെ ഇറങ്ങിയവര് പിന്നെ കയറി വന്ന് വീണ്ടും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിലേറെ ടൈം ഉണ്ടോ സൂപ്പറായിട്ട് ഡ്രസ് പോലും ഇല്ലാത്ത റൗഫ് അല്ലേ, ജാക്കറ്റ് ഇടാണ്ട് നീന്തുന്നു. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇതൊക്കെയാണ് ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ. ശരിക്കും നമ്മൾ ഈ കാണുന്നത് പോലെ നമ്മൾ അവിടെ ചെന്ന് എൻജോയ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വൈബാണത്. കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത മറ്റൊരു മേഖല പലരും ഞങ്ങളോട് ചോദിച്ചതുണ്ട്. കേരളത്തിൽ തന്നെ നിങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ ഇഷ്ടം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്ക് അന്നത്തെ സാഹചര്യം വെച്ചിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് പോകണം എന്നുള്ളത്. അത് ഈശ്വര കൃപയാൽ ഞങ്ങൾക്ക് സാധിച്ചു. ഇതുപോലെയുള്ള മറ്റ് നമ്മൾ വരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്ത ഓരോ സ്ഥലങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൂടുതലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലികളിലേക്ക് അറിയാത്തവർ അറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതായത് കണ്ടില്ലേ എത്ര നേരമാണെന്നറിയാവോ, മണിക്കൂറോടെ കടന്നത്. അപ്പോൾ ഞങ്ങൾ അതിനകത്തെ കാര്യങ്ങൾ അവസാനം ഞങ്ങൾ തിരിച്ച് കരയ്ക്ക് എത്തിയാണ്. അപ്പം മറ്റുള്ളവർക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും വരും. എല്ലാവർക്കും